നമസ്കാരം. ഇറ്റി ടോക്സിലേക്ക് സ്വാഗതം. 2025 ഒരു വർഷം നോക്കുകയാണെങ്കിൽ പ്രഷ്യസ് മെറ്റൽസിൻ്റെ ഒരു റാലി നമുക്ക് കാണാനാകും. ഇപ്പോൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഈ വർഷം ഇതുവരെയുള്ള കാലങ്ങളിൽ 60% നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. സിൽവറിലാണെങ്കിൽ അത് 90% മേളിലൊരു നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ മുന്നിലൊരു ചോദ്യം എന്ന് പറയുന്നത് 2026 അത് എങ്ങനെയാകുമെന്നാണ്. അപ്പം ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ എത്തിയിട്ടുള്ളത് വസ്പ്രത ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാപകനും 40 വർഷത്തോളം ഈ മാർക്കറ്റിൽ ഇടപെടുകയും കേരളത്തിൽ എണ്ണം പറഞ്ഞൊരു വിപണി വിദഗ്ധരിൽ ഒരാളായ ജയദീപ് എസ് മേനോൻ സാറാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. ഇപ്പോൾ ഈ ഗോൾഡ് ഈ 2025 നോക്കുകയാണെങ്കിൽ വലിയൊരു റാലി നൽകിയിട്ടുണ്ട്. പലർക്കും ആ ഒരു റാലിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ചോദിക്കുകയാണെങ്കിൽ അടുത്തൊരു വർഷം ഗോൾഡിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? വില കുറയുമോ കൂടുമോ? എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഗോൾഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ടോപ്പ് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും അത് മിസ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ്. ദാറ്റ് ഈസ് ആ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടാണ് എപ്പോഴും ഒരു ടോപ്പിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ആ ലക്ഷണം വന്ന സ്ഥിതിക്ക് അത് നിങ്ങളും സമ്മതിക്കുന്നുണ്ട് അത് വന്നു എന്നുള്ളത്. അപ്പോൾ ഉത്തരവ് അവിടെ തന്നെ ഉണ്ട്. ദാറ്റ് മീൻസ് അത് ആ റാലി കഴിഞ്ഞു. ഇനി അതിനകത്തൊരു കറക്ഷൻ വരണം. ചിലപ്പോൾ സാധാരണഗതിക്ക് ആ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കേസിൽ പ്രത്യേകിച്ച് 3 to 4 years എങ്കിലും അത് കണ്ടിന്യൂ ചെയ്യും. അതും ഒരു കറക്ഷൻ മാത്രമാണ്. പിന്നീട് അവിടെ നിന്ന് പിന്നെ അതിന് ശേഷം ഇതെല്ലാം കയറി പിന്നെ മുകളിലേക്ക് പോയേ പറ്റുള്ളൂ. ഗോൾഡിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ബിറ്റ്വീൻ 10 to 12% ഒരു അപ്രീസിയേഷൻ നമ്മൾ ഇയർ ഓൺ ഇയർ നമുക്ക് ആവറേജിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഉണ്ടാവാം. പക്ഷേ നെക്സ്റ്റ് ഒരു 2-3 years എങ്കിലും ആ ഒരു കറക്ഷൻസിലേക്ക് കടക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂടൽ. ഏതാണ്ട് 2028-29 വരെയെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാം. ഇക്വിറ്റി മാർക്കറ്റിൽ നേരെ തിരിച്ചും, അതായത് ഏതാണ്ട് 2027-28 വരെ ആയിരിക്കും അതിൻ്റെ അപ് ട്രെൻഡ് പോവുക. അവിടെയായിരിക്കും നെക്സ്റ്റ് ഒരു ക്രൈസിസിലേക്ക് കിടക്കുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രാഷ് എന്ന് പറഞ്ഞ സാധനവും കറക്ഷൻസ് എന്ന സാധനം നമ്മൾ രണ്ടാണ്. ഒരു ക്രാഷ് എന്ന് പറയുമ്പോൾ ഒരു 50-60% എങ്കിലും ഇൻഡെക്സ് കറക്റ്റ് ചെയ്യണതിനാണ് ക്രാഷ് നമ്മൾ പറയുക. അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഡൗൺ മൂവ് ആയിരിക്കും അത്. അങ്ങനത്തെ ഒരു മൂവ് വരേണ്ടതും ഈ പറഞ്ഞ പോലെ 2028-29 കാലഘട്ടത്തിലായിരിക്കാം. ഗോൾഡിൻ്റെ കേസിൽ അതുവരെ ഒരു സൈലൻറ്റ് മൂവിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇതിനെ നമ്മൾ ടെക്നിക്കൽ ലെവൽസിൽ ഞാനിതിനെ കോറിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ കോമെക്സ് ഗോൾഡാണ് ഞാൻ ട്രാക്ക് ചെയ്യാറുള്ളത്. അതിനകത്ത് 43-45 4345 എന്നുള്ള ലെവലാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ 43-45ൻ്റെ മുകളിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ മുകളിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അത് പറ്റിയിട്ടില്ല കുറേയധികം, ഒരു കഴിഞ്ഞ 3 മാസമായിട്ടും പറ്റിയിട്ടില്ല. ഒരിക്കൽ അതിൻ്റെ മുകളിൽ പോയിരുന്നെങ്കിൽ പോലും ക്ലോസിങ് എപ്പോഴും അതിന് താഴത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 2800 വരെയുള്ള ഒരു ഡീപ്പ് ഒരു കറക്ഷൻ അതിനകത്തേക്ക് വരേണ്ടി വരും. എന്ന് പറയുമ്പോൾ ഒരു 40% മേളിലുള്ള 30 to 40% വരെ ഗ്രാജുവലി വരേണ്ടി വരും. പിന്നെ ആയിരിക്കും പിന്നെ അടുത്ത മൂവ് സ്റ്റാർട്ട് ചെയ്യുക അവിടെ നിന്ന്. അപ്പോൾ സിമിലർലി സിൽവറിൽ 53-50 ആണ് അതിൻ്റെ ലെവൽ. ഈ ക്വാർട്ടർ എൻഡ് വരെയെങ്കിലും അത് നോക്കേണ്ടതാണ്. ഇപ്പോൾ അതിന് മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടണം. നോർമലി ഒരു 64-68 ആണ് ഇമ്മീഡിയറ്റ് കാണുന്നത്. ഒരു 101 വരെയെങ്കിലും അത് പോവാം സിൽവർ. പക്ഷേ ഈ മന്തിൻ്റെ ഈ ഡിസംബറിൻ്റെ അതായത് ഈ ക്വാർട്ടർ എൻഡിനോട് കൂടി ഈ 53-50യുടെ താഴേക്കാണ് പോയി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും കറക്ഷൻ വരാം. ഏതാണ്ട് 28-50യുടെ അടുത്തേക്കാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ഇത്രയും ഞാനീ പറഞ്ഞത് ഒരു ലോങ്ങർ സൈക്കിളിലെ ട്രെൻഡിനെ കുറിച്ചിട്ടല്ല, ഈ പറഞ്ഞൊരു 2-3 yearsൻ്റെ ഒരു ഷോർട്ട് മീഡിയം ടൈമിലെ ഒരു കറക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പം അതായത് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം ഉണ്ടായ പോലുള്ളൊരു ജമ്പ് അടുത്ത വർഷങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. വേണമെങ്കിൽ ഒരു തിരുത്തലിലേക്കും സ്വർണത്തിൻ്റെ വിലയിൽ സംഭവിക്കാം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ അനുമാനം അതാണ്. ഞാനും തെറ്റാം. പക്ഷേ എന്തായാലും ആ തെറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 43-45 മുകളിൽ പോവുകയാണെങ്കിൽ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമാണ്. അതിൻ്റെ മുകളിൽ നിലനിൽക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് വീണ്ടും ബുള്ളിഷ് ആവും. ഞാൻ അതിൻ്റെ ഏതാണ്ട് പിന്നെ 44-60-4500 വരെയുള്ള മൂവ് പിന്നെ അടുത്ത് തൊട്ടുപുറകെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം അത് സംഭവിക്കാൻ സാധ്യത കുറവാണെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. സാർ, അങ്ങനെ പ്രതീക്ഷകൾ എന്താണ് ഒരു കാരണം? ഫണ്ടമെന്റൽസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഫണ്ടമെന്റൽസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണങ്ങളൊന്നുമില്ല. കേരളത്തിന് സപ്പോർട്ട് ചെയ്യാൻ കാരണങ്ങളൊന്നുമില്ല. ഓഫ് കോഴ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തന്നെയാണ് ഇതിനകത്ത് എല്ലാത്തിൻ്റെയും പ്രൈസിനെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ ഒരു ഡെഡ് എന്താ പറയുക സാധനമായ മെറ്റൽ ആയ ഒരു ഗോൾഡ് എന്നുള്ള സാധനത്തിന് വില കൊണ്ട കാര്യം ഫണ്ടമെൻ്റലി ഇല്ല. സെൻട്രൽ ബാങ്കുകളൊക്കെ അതെ, അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. കാരണം ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് അടക്കം ചൈനീസ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ മറ്റൊരു പല ഗവൺമെൻറ്റുകൾ US നിന്ന്
ഡോളറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പലതും ഗോൾഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കൊണ്ടാണ് സത്യത്തിൽ ഇത് ഇത്രയധികം ഡിമാൻഡ്. ആഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് അല്ല ഇത്തവണ ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനൊരു ഡിമാൻഡ് മാത്രമാണ്. അത് പക്ഷേ അങ്ങനെ ഒരുപാട് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ അത് അമേരിക്ക ഏത് വില കൊടുത്തത് തടയുകയും ചെയ്യും. അതിന് അവർ എന്ത് വഴി കാണിക്കണമെന്ന് മാത്രം നമ്മൾ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇത് അതിന് കൂട്ടി വായിക്കേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോമോ മാർക്കറ്റിൽ ഉണ്ട്. എല്ലാവരും ബുള്ളിഷായിക്കേണ്ട അവസ്ഥ. എല്ലാവരും കൂടി ബുള്ളിഷായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻഡ്. അവിടെ നിന്ന് പിന്നെ താഴെ പോകുന്നേ പറ്റുള്ളൂ. അത് മാർക്കറ്റിൻ്റെ ലോജിക്കാണ്. ആ മാർക്കറ്റ് ലോജിക്ക് വെച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ സിൽവറിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസും ഉണ്ടല്ലോ. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു കറക്ഷൻ പിന്നീട് സിൽവറിലും ആ ഒരു കറക്ഷൻ അതാ പറഞ്ഞത്, സിൽവറിനകത്തെയും ഗോൾഡിനകത്തെയും റാലിയെ നമ്മൾ രണ്ടായിട്ട് തന്നെ കാണേണ്ടി വരും. സിൽവറിൻ്റെ ആവശ്യങ്ങൾ വേറെയാണ്, ഗോൾഡിൻ്റെ ആവശ്യങ്ങൾ വേറെയാണ്. അപ്പോൾ സിൽവറിലെ രണ്ട് പ്രഷ്യസ് മെറ്റലാണെങ്കിൽ അത് നല്ല ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ. രണ്ടിനും രണ്ട് ആവശ്യങ്ങളാണ്. രണ്ടിൻ്റെയും എന്താ പറയുന്നത്, റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയും ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് രണ്ടായിട്ട് തന്നെ കാണേണ്ടി വരും. ഉദ്ദേശിച്ചത് ഇപ്പോൾ ഗോൾഡിൽ ഒരു തിരുത്തൽ സാർ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് മാത്രം സിൽവറിൽ ഉണ്ടാവണമെന്നില്ല. സിൽവറിൻ്റെ വ്യത്യസ്തമാണ് എന്തായാലും. ഇപ്പോൾ ഈ 4300 ലെവൽസിലൊക്കെ വെച്ചിട്ടാണ് സാർ പറയുന്നത്, കോമിക്സിൻ്റെ വെച്ചിട്ട്. അപ്പം അതിനെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 90,000 മുകളിലുള്ള ആ ഒരു പവൻ, അപ്പോൾ അതനുസരിച്ചുള്ള കുറവ് ഇവിടെയും വരേണ്ടതാണ്. അതിനകത്ത് മറ്റു ഘടകങ്ങളും രൂപയുടെ ആ മൂല്യത്തിലുണ്ടാകുന്ന വ്യത്യാസം കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നു മാത്രം. അത് ഓഫ്കോഴ്സ് ഉണ്ടാകും, അറിയാമല്ലോ. അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന നമ്മളതിന് ഉപയോഗിക്കുന്ന കറൻസിയുടെ വ്യത്യാസം കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ ഒരു തിയറിയൊക്കെ പഠിച്ചിട്ടുള്ള പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ ഗോൾഡിൻ്റെ ഒരു മുന്നേറ്റവും ഇക്വിറ്റി മാർക്കറ്റൊക്കെ മുന്നേറ്റം ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണലാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് അത് എത്രത്തോളം ഗുണകരമായി ഭവിക്കാം? ഈ അസറ്റ് ക്ലാസ്സുകളിലുള്ള ഈ റാലിയുടെ സൈക്കിൾസ്, അതായത് 3 അസറ്റ് ക്ലാസ്സുകളിൽ, അതായത് ഇക്വിറ്റി, ഗോൾഡ്, ഡെറ്റ് ഒരു അസറ്റായിട്ട് ഞാൻ കൂട്ടിയിട്ടില്ല, ഇക്വിറ്റി, ഗോൾഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്, ഈ ഒരു 3 അസറ്റ് ക്ലാസ്സുകളിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ അസറ്റ് ക്ലാസ്സുകളിൽ ഒരു സൈക്കിളായിരുന്നു ഏതാണ്ട് 2008 വരെയെങ്കിലും നടന്നിരുന്നത്. 2005 വരെയൊക്കെ നടന്നിരുന്നത് അങ്ങനെ സൈക്കിൾസ് ആയിരുന്നു. അതായത് ഒരെണ്ണം കയറുമ്പോൾ മറ്റേത് താഴത്തേക്ക് പോകുന്നു, അപ്പോൾ മറ്റേത് ഓൾറെഡി താഴെ എത്തിയിട്ടുണ്ടവരുത് അത് കയറാൻ തുടങ്ങുന്നു. ഇതായിരുന്നു നടന്നിരുന്നത്. ഇങ്ങനെ സൈക്കിളായിരുന്നു മൊത്തം. ആ ഫണ്ടുകൾ പോയിക്കൊണ്ടിരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷേ 2005 ശേഷം ഇതിനകത്ത് വല്ലാത്തൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഗവൺമെൻറ്റുകൾ ഈ മണി സപ്ലൈയിൽ ഉണ്ടായേക്കുന്ന ആ ഒരു ചേഞ്ച്, ആ മണി സപ്ലൈ നമ്മൾ പ്രിൻ്റ് ചെയ്തിറക്കുന്ന മണിയിൽ ഉണ്ടായേക്കുന്ന ചേഞ്ച് കൊണ്ടാവാം അത് സംഭവിച്ചിരിക്കുന്നത്. 2008 സബ്പ്രൈം മോർഗേജിന് ആ ഒരു ക്രൈസിസ് അതിനെ കടന്നു പോരാനായിട്ട് US ഉപയോഗിച്ച കൂടുതൽ മണി പ്രിൻ്റ് ചെയ്ത് ആ മെക്കാനിസം എല്ലാ രാജ്യങ്ങളും പിന്നീട് തുറന്നിട്ടുണ്ട്. ആവശ്യമില്ലാണ്ടും ഒക്കെ അടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ക്രൈസിസിന് ഉള്ള യഥാർത്ഥ കാരണം. അതായത് ഈ മണിയുടെ ഓവർ സപ്ലൈ, ഇത് മണിയുടെ വാല്യൂ എല്ലാവരും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് സത്യത്തിൽ നമ്മളത് അറിയാത്തത്. എല്ലാ രാജ്യങ്ങളും കൂടി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കറൻസി മറ്റൊരു കറൻസിയായിട്ട് തിരിച്ചറിഞ്ഞേനെ. ഒരു കറൻസി കണ്ടുപോകാനും കൂടുതൽ അടിച്ചിറക്കുന്ന കറൻസി തന്നെ വീക്കായി പോകാനെ. പക്ഷേ ഇത് എല്ലാവരും കൂടി ഒരുമിച്ചാൽ വീക്കായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് അറിയണില്ല എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാണ്ട് പറ്റില്ല. അതായത് പുറത്തേക്ക് വരാണ്ട് പറ്റില്ല. കാരണം ഇത് എവിടെയെങ്കിലും ചെന്നിട്ട് ഇടിച്ച് തീർന്നേ പറ്റുള്ളൂ. അതേപോലെ ഇത് ശരിയായ റിസ്ക്, ഈ കറൻസി കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റിസ്ക് തന്നെയാണ്. അത് എങ്ങനെ അതിൻ്റെ എത്ര വലുതായിരിക്കും അതിൻ്റെ, ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ 1929 ഉണ്ടായ പോലത്തെ ഒരു ക്രാഷ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്രൈസിസ്, ഒരു വല്ലാത്തൊരു ഗ്രേറ്റ് ഡിപ്രഷൻ പോലത്തെ ഒരു മൂവ് 100 വർഷത്തിന് ശേഷം വരാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നിക്ഷേപന രക്ഷപ്പെട്ടുള്ളൊരു മാർഗ്ഗം ഗോൾഡേ ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇല്ല, അത് ഏത് അസറ്റിലാണെങ്കിലും അത് ഈക്വലാണ്. ഈ അസറ്റിൽ നിങ്ങൾക്ക് ഈ വാല്യൂ അതിനകത്ത് കൂടി വരുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മണിയുടെ വാല്യൂ താഴേക്ക് പോകുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടുന്നത് ഈ 3 അസറ്റിലും റിഫ്ലക്റ്റ് ചെയ്യും. ഇക്വിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. അല്ല, ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ മൂന്നിലും റിഫ്ലക്റ്റ് ചെയ്യുക പ്രൈസ് അപ്രീസിയേഷൻ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ. അതായത് ഈ അപ്രീസിയേഷൻ മുഴുവൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് ഉണ്ടാകുന്ന ഡിമാൻഡ് കൊണ്ട് മാത്രമുള്ള അല്ല. അതുകൊണ്ടാണ് ഈ 3 ഒരേപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുകളിലേക്ക്. ഇതിനകത്തേക്ക് മണിയുടെ വാല്യൂ പോകുമ്പോൾ ഇതിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾ
100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് നിങ്ങൾ നമുക്ക് പർച്ചേസിംഗ് പവറിന്റെ കാര്യം ഉദ്ദേശിച്ചത്. അതെ പർച്ചേസിംഗ് പവർ ഉണ്ടായിരുന്നത്. അതായത് ആ പർച്ചേസിംഗ് പവർ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്ന സാധനത്തിനകത്ത് വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം അതേ സാധനം 200 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ രൂപയുടെ വാല്യൂ അത്ര താഴെ പോയെന്നാണ്. അല്ലാതെ ഇതിന്റെ വില കൂടിയെന്നല്ല. ഇതിനകത്ത് രൂപ അല്ലെങ്കിൽ കറൻസിയുടെ ഈ പറഞ്ഞ പോലെ വാല്യൂ ഇറോഷൻ കൊണ്ടുണ്ടായിരിക്കുന്ന ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടി വന്നേക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന അപ്രീസിയേഷനാണ് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കിട്ടുന്നത്. അത് ഏത് അസറ്റിലാണെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. അത് 3 അസറ്റിൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരേപോലെ ഈ 3 അസറ്റുകളും കയറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയാണെങ്കിൽ ഇത് ക്യാഷായിട്ടാണ് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ വാല്യൂ പിന്നെയും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാർ പറയുന്നത് ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ ഗോൾഡിൻ്റെ ഒരു ഹെഡ്ജ് അല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതോ ഗോൾഡിലെ ഈ അസറ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾ നിൽക്കുക എന്നുള്ളത് തന്നെയുള്ളൂ അതിനകത്ത് മാർഗം. അതിനകത്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് അതിനകത്ത് എന്താണെങ്കിലും ഇത് മേക്കപ്പ് ചെയ്ത് പൊക്കോളും. പക്ഷേ ഷോർട്ട് ടൈമിൽ അതിനകത്ത് ഫ്ലക്ച്വേഷൻസിൽ ഇപ്പോൾ ഒരു ഗോൾഡ് അത് ഹെഡ്ജല്ല, വളരെ ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കറക്ഷൻ ഇപ്പോൾ സാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഡിസംബർ ക്വാർട്ടറിലെ പർട്ടിക്കുലർ ലെവലിന് മുകളിൽ കോമിക്സ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ, ആ ഒരു 4350 മുകളിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഒരു അടുത്ത 2-3 വർഷത്തിനിടെ ഒരു ഡീപ്പറായിട്ടുള്ള കറക്ഷനാണ് സാർ ഉദ്ദേശിക്കുന്നത്. വാല്യുവേഷനിൽ ഉണ്ടാവുന്ന കറക്ഷൻ മാത്രമായിട്ട് എടുത്താൽ മതി. തന്നെ വാല്യുവേഷനിൽ ഉണ്ടാവുന്ന കറക്ഷൻ അതൊരു എക്സസ് വന്നത് ഇല്ലാണ്ടാവുന്നു, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു 4300 ലെവൽസിൽ നിൽക്കുന്നത് 300 ലെവൽസ് 3000 ലെവൽസിലേക്ക് വരെ പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ നിക്ഷേപകർ ഇതിനൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ കാണുന്നത്? എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം? തീർച്ചയായിട്ടും ആ ഒരു താഴെ വന്നിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് വീണ്ടും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യാം. ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നതായിരിക്കും ഇച്ചിരൂടെ ഒരു. അപ്പോൾ ഗോൾഡിന്റെ വിവിധ സാധ്യതകളാണ് ജഗദീഷ് സാർ നമ്മൾ പങ്കുവച്ചത്. ഇത് പ്രകാരം കോമെക്സിൽ ഡിസംബർ അവസാനം 4341 ലെവലിന് മുകളിൽ ഗോൾഡിന്റെ ആ ഒരു ഫ്യൂച്ചർ പ്രൈസ് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അടുത്തൊരു 2-3 വർഷത്തിനിടയിൽ ഒരു വലിയ രീതിയിലുള്ള 30-40% കറക്ഷൻ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.